ഹലോ വെൽക്കം ടു ലിഫി സൗണ്ട് FM 96.4 ബൈ കേരള ഹൗസ്. ഞാൻ പ്രിൻസ് ജോസഫ് അങ്കമാലി. നമസ്കാരം, ഞാൻ സിസ്റ്റർ ജിനി ജോർജ് SSPS. സിസ്റ്റർ ഏത് സഭയിൽ നിന്നാണ്? എൻ്റെ സഭയുടെ പേര് മിഷണറി സിസ്റ്റേഴ്സ് സെർവൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മലയാളത്തിൽ പരിശുദ്ധ അരൂപിയുടെ ദാസികൾ എന്ന് പറയും. വിശുദ്ധ അർണോൾ ജാൻസൺ ആണ് ഞങ്ങളുടെ സഭയുടെ സ്ഥാപകൻ. അദ്ദേഹം തന്നെ 3 സഭ സ്ഥാപിച്ചിട്ടുണ്ട്. അച്ഛന്മാർക്ക് വേണ്ടി ഒരെണ്ണം ദൈവവചന സഭ എന്ന് പറയും, SVDs. പിന്നെ പരിശുദ്ധ അരൂപിയുടെ നിത്യാരാധന സഹോദരികൾ, അവർ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യാനായിട്ട്. പിന്നെ അപ്പോൾ ഞങ്ങളൊരു 3200 പേര് 51 രാജ്യങ്ങളിലായിട്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് കാരിസം എന്ന് പറയുന്നത് സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു പ്രേക്ഷിത പ്രവർത്തനമില്ല, സ്കൂളോ ഹോസ്പിറ്റലോ അങ്ങനെ പ്രത്യേകിച്ചൊന്നില്ല. ചെല്ലുന്ന സ്ഥലത്തിൻ്റെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ ചിലപ്പോൾ തോന്നാവുന്നൊരു സംഭവമാണ്, സിസ്റ്റർ എങ്ങനെ ഈ റേഡിയോയിൽ അല്ലെങ്കിൽ ഈ മീഡിയയുടെ മുമ്പിൽ സിസ്റ്റർ എങ്ങനെ വരുന്നു എന്നുള്ളൊരു സംശയം സ്വാഭാവികമാണ്. അതിന് സിസ്റ്റർ എന്താണ്? ഞാനിവിടെ അയർലൻഡിൽ പഠിക്കുന്നത് മാസ്റ്റേഴ്സ് ഇൻ റേഡിയോ ടെലിവിഷൻ പ്രൊഡക്ഷൻ. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, മാധ്യമത്തിന് ഇന്ന് ഒത്തിരി ശക്തിയുണ്ട്. മാധ്യമത്തിലൂടെ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഞങ്ങളുടെ പറഞ്ഞതുപോലെ സ്ഥാപകനായ വിശുദ്ധ അർണോൾഡ് സഭ സ്ഥാപിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഒരു പുതിയതായിട്ടൊരു പ്രസ് സ്ഥാപിച്ചു. അന്നത്തെ കാലത്ത് അറിയാം, പ്രസ് സ്ഥാപിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പോലും പ്രസ് സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് അന്നത്തെ മാധ്യമമായ ഒരു മാസിക, ലിറ്റിൽ ഹാർട്ട്സ് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു മാസിക തുടങ്ങി. അപ്പോൾ അന്ന് അദ്ദേഹം ആ മാധ്യമത്തിൻ്റെ വില മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞ ഇതാണ്, കാലത്തിൻ്റെ അടയാളം അനുസരിച്ച് ലുക്ക് അറ്റ് ദ സയൻസ് ഓഫ് ദ ടൈം. അപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ അടയാളമായ റേഡിയോയും ടെലിവിഷനും ഒക്കെ എന്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിച്ചുകൂടാ? അതാണ് ഇതിൽ വരാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഇപ്പോൾ സിസ്റ്റർ ക്രിസ്റ്റീന, ഇറ്റലിയിലുള്ള സിസ്റ്റർ ക്രിസ്റ്റീനയുടെ പാട്ട് നമുക്ക് ഭയങ്കര പ്രശസ്തമായിരുന്നു അല്ലേ? വോയിസ് ഓഫ് ഇറ്റലിയിൽ. അതുപോലെ തന്നെ ഫാദർ റേ കെല്ലിയുടെ ഒരു കല്യാണത്തിനിടയ്ക്ക്, കല്യാണം നടത്തി കൊടുക്കുന്നതിനിടയ്ക്ക് അച്ഛൻ ഒരു പാട്ട് പാടി. അതിപ്പോൾ യൂട്യൂബിൽ 3 കോടിയോ സംതിങ് അത്ര ആൾക്കാർ കണ്ടു കഴിഞ്ഞു. 3 കോടിയല്ല, അതിലും കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ സിസ്റ്റർമാരുടെയും അച്ഛന്മാരുടെയും മീഡിയയിലൂടെ എന്താണ് അവർ കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്ന സമയമാണെന്ന് തോന്നുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റിയാൽ, ഇപ്പം ഞാനായാലും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പാവപ്പെട്ട ഒരു വീട്ടിലായാൽ പോലും ഒരു റേഡിയോയോ ടെലിവിഷനോ അവർക്കുണ്ട്. അപ്പോൾ അവരിലേക്ക് ഏറ്റവും കൂടുതൽ എത്താൻ പറ്റുന്നത് ഇതിലൂടെയാണ്. എനിക്ക് റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ, പിന്നെ പ്രിന്റ് മീഡിയയിലും പ്രവർത്തിക്കുന്ന ഒത്തിരി സിസ്റ്റേഴ്സും അച്ഛന്മാരും ഇപ്പോഴും ഉണ്ട്. സിസ്റ്റർ നോർത്ത് ഇന്ത്യയിൽ എത്ര നാളുണ്ടായിരുന്നു സിസ്റ്റർ? ഞാൻ ഒരു 10 കൊല്ലത്തിൽ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ വളരെ ഗ്രാമത്തിൽ പോയി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞത് 2 വർഷം രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും വളരെ ഉൾപ്രദേശങ്ങളിൽ. അപ്പോൾ എന്നെ അലട്ടിയ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് വിദ്യാഭ്യാസം. അവിടുത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം അത്രയും അറിയില്ല. അതുകൊണ്ട് ഒരു വിഷ്വൽ സൈക്കിളായിട്ട് ഇങ്ങനെ അപ്പനും അമ്മയും പഠിക്കുന്നില്ല, പിന്നെ മക്കളുടെ പഠിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അവർക്കുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് തന്നെ വളരെ ഒത്തിരി അലട്ടിയൊരു കാര്യമായിരുന്നു കുട്ടികളുടെ വിവാഹം. 10-12 ഒരു 10-12 വയസ്സായ പെൺപിള്ളേരെയും പിടിച്ച് കെട്ടിക്കും. ചിലരൊക്കെ നമ്മുടെ സ്കൂളിൽ വരുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ
ആൺകൊച്ചുങ്ങൾ പിന്നെയും അത് കഴിഞ്ഞും സ്കൂളിൽ വരും. പക്ഷെ പെൺകുട്ടികൾ മിക്കവാറും അവിടുത്തെ പണിയെടുക്കാൻ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാടത്ത് പണിയെടുക്കാൻ ആളില്ല, അതുകൊണ്ടാണ് കല്യാണം നടത്തുന്നത്. അപ്പോൾ അതും എന്നെ അലട്ടിയ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊക്കെ എന്തെങ്കിലും ഒരു വലിയൊരു സാമൂഹ്യ പ്രവർത്തി ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആവണമെന്നോ ഒന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അപ്പോൾ എനിക്ക് ഇത്രയും നല്ല അവസരം കിട്ടിയിട്ടുണ്ട് പഠിക്കാനായിട്ട്. സഭയോടും സമൂഹത്തിനോടും എനിക്കൊരു കടപ്പാടുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് സിസ്റ്റർ കോഴ്സ് റേഡിയോ ആൻഡ് ടെലിവിഷൻ പ്രൊഡക്ഷൻ അല്ലേ? റേഡിയോ ടെലിവിഷൻ പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു 10 വർഷത്തിന് ശേഷം സിസ്റ്റർ ജിനി എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ ഒരു അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തക. അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ ആകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, സാന്താക്ലോസിന്റെ ശരിക്കുള്ള പേരെന്താണെന്നുള്ളത്. അതിന് സിസ്റ്ററിന് അറിയുമ്പോൾ എൻ്റെ ഉത്തരം സെയിന്റ് നിക്കോളാസ്. നിക്കോളാസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, നിക്കോളാസ്. സെയിന്റ് നിക്കോളാസ് എന്ന് ഒത്തിരി പേര് മെസ്സേജ് ശരി ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ശരി ഉത്തരം അയച്ചവരിൽ നിന്ന് ഒരാളെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ആളെ നമ്മൾ നേരിട്ട് വിളിക്കാൻ പോവുകയാണ്. ഹലോ, ജയമോൻ പാലാട്ടി അല്ലേ? അതെ. ഇത് പ്രിൻസ് ജോസഫ് അങ്കമാലിയാണ്, FM റേഡിയോയിൽ നിന്നാണ്. ഹലോ പ്രിൻസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ കൂടെ സിസ്റ്റർ ജിനി ഉണ്ട്. ഹലോ ഹലോ ജിനി, സിസ്റ്ററാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ സെയിന്റ് നിക്കോളാസ് എന്നാണ് ശരി ഉത്തരം എനിക്ക് അയച്ചിരുന്നത് അല്ലേ? അപ്പോൾ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടം പൂർത്തിയാക്കി. നിങ്ങൾ നറുക്കെടുപ്പിൽ നിങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ സമ്മാനം കിട്ടണമെങ്കിൽ ഒരു കടമ്പ് കൂടി നമുക്ക് കടക്കാനുണ്ട്. അത് ഞാൻ പറയാം. ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്? ഓക്കെ, അവരുടെ പേരൊന്ന് പറയാമോ? വൈഫിന്റെ പേര് ബിസി എന്നാണ്. 2 ആൺകുട്ടികളാണ്. മോന്റെ പേര് ഈത്തൻ, രണ്ടാമത്തെ ആളുടെ പേര് എട്രിക്. ഓക്കെ. എന്താ ജോലി എന്താ ചെയ്യുന്നത്? ഫിനിക്സ് പാർക്കിലുള്ള സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ രജിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. എന്റെ വൈഫ് നാഷണൽ ഹോസ്പിറ്റലിൽ നേഴ്സാണ്. ഓക്കെ. കുട്ടികൾ 2 പേര്, അവര് ഒരാള് സെക്കൻഡ് ക്ലാസ്സിലും ഇളയാള് സീനിയർ ഇൻസ്റ്റന്റിലും വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു. ശരി ശരി. പിന്നെ സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ നല്ല വിശേഷങ്ങൾ. ഇപ്പം ഇത് ഓണെയറാണ് പോകുന്നത്. ഇപ്പം എല്ലാവരും കേൾക്കുന്നുണ്ട്. കുറച്ചും കൂടി ശബ്ദം കൂട്ടി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ശബ്ദം തീരെ കുറവാണ്. ഇപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഒരു ചെറിയൊരു സെൻറ്റൻസ് അത് നിർത്താതെ പിടിപിടിയെന്ന് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് സംഭവം. ഉടുമുണ്ടിൽ ചെളി പുരളരുത്. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഉടുമുണ്ടിൽ പുരളരുത്. അതെ, അത് കുഴപ്പമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുരളരുത്. ഇത് പ്രാക്ടീസ് ആയിരുന്നു. ഇനി പറഞ്ഞോ. ഇനി നിർത്താതെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നിർത്താവൂ. ഞാൻ ഇടയ്ക്ക് ഇടപെടില്ല. ഇനി ഇത്, അതായത് ഉടുമുണ്ടിൽ ചെളി പുരളരുത് 5 പ്രാവശ്യം നിർത്താതെ പറയുക. സമയം ഇപ്പോൾ തുടങ്ങുന്നു. ഉടുമുണ്ടിൽ ചെളി പുലരരുത്, ഉടുമുണ്ടിൽ ചെളി പുലരരുത്, ഉടുമുണ്ടിൽ ചെളി പുലരരുത്, ഉടുമുണ്ടിൽ ചെളി പുലരരുത്, ഉടുമുണ്ടിൽ ചെളി പുലരരുത്. ഓക്കെ. ഈ പുരളരുത് എന്നുള്ളത് പുളരരുത് റിപ്പീറ്റ് ചെയ്ത്. എന്തായാലും കൊള്ളാം. ഇതിനകത്ത് പങ്കെടുക്കുന്നതിൽ തന്നെ ആത്മവിശ്വാസം കാണിച്ചതിന് ഒത്തിരി നന്ദി.
അപ്പോൾ സമ്മാനം യുറേഷ്യ ബ്യൂട്ടി പാർലർ നൽകുന്ന 25 യൂറോൻ്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. അത് ആണുങ്ങൾക്കുള്ളതല്ല, അപ്പോൾ ഭാര്യയ്ക്ക് ഉപകാരപ്പെടും. അല്ല, അത് ഇതിപ്പോ ഞാൻ പറഞ്ഞത് ശരിയാണ്, എനിക്കാണ് സമ്മാനം. അതെ അതെ, തീർച്ചയായിട്ടും. കൺഗ്രാജുലേഷൻസ്. ആണുങ്ങൾക്കില്ലല്ലേ? സമ്മാനം ജയ്മോൻ പാലാട്ടിക്കാണ് സമ്മാനം തരുന്നത്, പക്ഷെ അത് ഉപകാരപ്പെടുന്നത് ഭാര്യയ്ക്കായിരിക്കും. ഞാൻ എന്റെ ഭാര്യയ്ക്ക് അതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കാം. തീർച്ചയായിട്ടും പുതുവത്സരമായിട്ട് ഒരു ക്രിസ്മസിനുള്ള ഗിഫ്റ്റ് കൊടുത്തല്ലോ, അപ്പോൾ പുതുവത്സരമായിട്ട് ഒരു ഗിഫ്റ്റ് കൂടി ആവട്ടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ നന്നായി പോകുന്നുണ്ട്, കാണാറുണ്ട്. നല്ലതാവുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് പ്രോഗ്രാം എല്ലാം കണ്ടിരുന്നു. ക്രിസ്മസിന്റെ വളരെ ഭയങ്കരമായിട്ട് നല്ല നിലവാരം ഉണ്ടായിരുന്നതായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കണ്ടപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടത്. അങ്ങനെയാണ് ഞാൻ അതിന് ആൻസർ ചെയ്തത്. ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ലക്കായി. അതെ അതെ, തീർച്ചയായിട്ടും. എന്നാൽ ഞങ്ങൾ വെച്ചോട്ടെ. ഒത്തിരി നന്ദി ഇതിന് പങ്കെടുത്തതിന്. ഒത്തിരി നന്ദി അങ്ങോട്ടും. പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു ബൈ. അല്ല, പ്രിൻസ് കുറെ നേരമായില്ല എന്നോട് ചോദ്യം ചോദിക്കണം. ഞാൻ ചോദ്യം ചോദിച്ചില്ലല്ലോ. അല്ല, വന്നിരുന്നപ്പോ തുടങ്ങി എന്നോടല്ല ചോദിക്കണേ. ഞാൻ ഇനി കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചോട്ടെ. എന്താ ചോദിച്ചു? ഒരു 10 വർഷം മുമ്പ് പ്രിൻസിന്റെ സ്വപ്നം എന്തായിരുന്നു? 10 വർഷം മുമ്പ് എന്തായിരിക്കും സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു. അത് കുട്ടികൾ, പിന്നെ വിദേശത്ത് പോകണം. സാധാരണ ഒരു വ്യക്തിക്ക് തോന്നുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ആഗ്രഹമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ അത്രയൊക്കെ തന്നെ. വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല, കൊച്ചു ആഗ്രഹങ്ങളേ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും തന്നെ ആഗ്രഹമൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ? ആദ്യം ഒരു നല്ല കുടുംബം, സ്നേഹമുള്ള ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ആരോഗ്യമുള്ള കൊച്ചുങ്ങള്, ഒരു സന്തോഷപൂർവമായ കുടുംബജീവിതം. അതാണ് ഏതൊരു സാധാരണക്കാരന്റെയും ഒരു മോഹം. പിന്നെ വരുന്ന പൈസയും ജോലിയും ഒക്കെ അത് കഴിഞ്ഞിട്ട് വരുന്ന അല്ലേ? പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇങ്ങനെ, ഈ നമുക്ക് പലർക്കും ഉള്ളതൊരു വളരെ ചെറിയ, വളരെ സാധാരണമായ ഒരു സ്വപ്നമാണ്. പക്ഷെ ചിലപ്പോൾ അത് ആ സ്വപ്നങ്ങളൊക്കെ തകിടം മറിഞ്ഞ് പോകാറുണ്ട്. ചിലപ്പോൾ ചില അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നങ്ങളും ആയിരിക്കാം അല്ലേ? ഇപ്പോൾ പ്രിൻസ് ഒരു കുടുംബനാഥനാണല്ലോ. ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഒരു എല്ലാം തകിടം മറിഞ്ഞു എന്ന് തോന്നുന്ന, തകർന്നു പോയി എന്ന് തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? തകർന്നു പോയി എന്ന് പറയുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോൾ അതങ്ങനെ ഒരു സംഭവമല്ല. പക്ഷേ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അതായത് ഇവിടെ ഞാൻ 2006 ഇവിടെ വന്നു. 2010 അതായത് ഞങ്ങൾക്ക് 5 വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാത്ത് നോറ്റിരുന്ന അവസാനം വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഏപ്രിലായിരുന്നു കൊച്ചിൻ്റെ ജനനം. ഏപ്രിൽ 2 ഡെലിവറി സ്യൂട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഡെലിവറി സ്യൂട്ടിലുണ്ടായിരുന്നു. കൊച്ച് പുറത്ത് വന്നു, കുഴപ്പമൊന്നുമില്ല. അവസാനം ഞാൻ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് പോയി, എല്ലാവരെയും ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇപ്പോൾ കുട്ടിയില്ല, കൊച്ചിനെ കാണാനില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കൊച്ചെങ്ങോട്ട് പോയി? ഇപ്പോൾ ഇല്ല, കൊച്ചിന് വെയിറ്റ് ഇച്ചിട്ട് കുറവാണ്. പിന്നെ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് വെയിറ്റ് ഒന്ന് നോക്കാൻ കൊണ്ടുപോയതാണ്, ഇപ്പോൾ കൊണ്ടുവരുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, 1.5 മണിക്കൂർ കഴിഞ്ഞു. വന്നിട്ട് പറഞ്ഞു കൊച്ചിനെ നേരെ ICUലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ICUലേക്ക് അതെന്ത് പറ്റി? അപ്പോൾ ഇല്ല, ഷുഗർ ലെവൽ ഭയങ്കര ലോ ആണ്. അപ്പോൾ കൊച്ചിനെ നേരെ ICUലേക്ക് കൊണ്ടുപോയിക്കാണ്, നിങ്ങൾക്ക് അവിടെ പോയി വാതൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് പറയാം. അപ്പോൾ എനിക്ക് കൊച്ചിനെ ഒന്ന് എടുക്കാനും കൂടി എനിക്ക് പറ്റിയില്ല. കാരണം 5 വർഷമായിട്ട് ആറ്റുനോറ്റിയിരുന്ന് കിട്ടിയ ഒരു കൊച്ച് ഫേവനെയും നോക്കി, എന്നെയും കണ്ണ് തുറച്ചിങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അപ്പോഴേക്കും പുറത്തേക്ക് പോയി. ഞാനവിടെ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വന്ന് അങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ സംഭവം കേൾക്കുന്നത്. ഞാൻ ഐസിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കി. അപ്പോൾ കൊച്ചിന് കുറേ ട്യൂബും സംഭവമൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്ന അവസ്ഥയാണ് കണ്ടത്. പിന്നെ നമുക്ക് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആരെ വിളിക്കണം, അങ്ങനെ സ്തബ്ധിച്ച് പോയ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്.
അതിനുശേഷം ദിയ എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ പേര്, അവൾ 3 ആഴ്ച മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ തന്നെ അവിടെ കിടന്നു. അപ്പോൾ എന്താ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഡിലേ വന്നു. അതിനുശേഷം അവിടെ നിന്ന് നേരെ ക്രംലിൻ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നു. അവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 41-ാം ദിവസമാണ് കൊച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അന്ന് സംബന്ധിച്ചിടത്തോളം ഒരു ബോധമില്ലാതെ നടക്കുന്ന ഒരവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇത് കുറയുന്നില്ല, മുക്കിയോടെ ട്യൂബൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര ഒരു മാനസികമായിട്ട് പിടിച്ചൊലിച്ച ഒരു സംഭവം തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു സർജറി ആയിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡായി. അങ്ങനെ ഏതാണ്ട് ഒരു 5 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെ വീണ്ടും 2 മാസത്തോളം അങ്ങനെ ഞാൻ വീട്ടിൽ അങ്ങനെ കഴിച്ചു കൂട്ടി. കൊച്ചിന് 6 മാസം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ കുഴപ്പമില്ല, ആരോഗ്യവതിയായിട്ട് തന്നെ ഇരിക്കുന്നു. അതായിരുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ പിടിച്ചുലച്ച സംഭവം. കാരണം ആ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോണ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിൻസിന് തോന്നുന്നുണ്ട് അതൊരു ശക്തി തരുന്ന ഒരു സമയമായിരുന്നു എന്ന് തോന്നല്ലേ? എവിടെന്നോ ഒരു ശക്തി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതായത് ഈ കൊച്ചു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത്, ഈ ICUയിൽ കിടക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ ഞാൻ എൻ്റെ കൊച്ചിനെ മാത്രമേ നോക്കിയുള്ളൂ. മറ്റേ ചുറ്റും കുട്ടികളൊക്കെ ICUയിൽ ചുറ്റും കിടപ്പുണ്ട്. പിന്നെ പതുക്കെ ഓരോ ദിവസം ചെല്ലുന്ന പറഞ്ഞു പിന്നെ ഞാൻ ഓരോ കുട്ടികളിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി ചുറ്റും ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാണ് അവിടെ കിടക്കുന്നതിൽ ഏറ്റവും മൈനറായിട്ടുള്ള കൊച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കൊച്ച് ഇവളാണ്. അപ്പോൾ ഇതിലും വളരെ പ്രശ്നം പിടിച്ച പിള്ളേരാണ് അവിടെ കിടക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നേരത്തെ പ്രീമച്ചർ 25-ാമത്തെ ആഴ്ചയിൽ അല്ലെങ്കിൽ 27-ാമത്തെ ആഴ്ചയിൽ. അപ്പോൾ ആ കുട്ടികളെ കണ്ടപ്പോഴാണ് ഇവളുടെ എത്രയോ നിസ്സാരം, ഷുഗർ ലെവൽ ഹൈപ്പോഗ്ലൈസിമിയാണ്, ഷുഗർ ലെവൽ കുറഞ്ഞു, അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പം മറ്റുള്ളവർക്ക് അതിലും കൂടുതൽ കാണുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ മറക്കാൻ തുടങ്ങും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളി നഴ്സുമാരുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ പരിചരണം വളരെ പ്രശസ്തമാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അനുഭവിച്ചറിഞ്ഞത് ശരിക്കും ഇവരുടെ ഇതിൽ നിന്നാണ്. ഒരു സെക്കൻഡ് പ്ലീസ്. ഇപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ മലയാളി നേഴ്സുമാരുടെ പരിചരണത്തെക്കുറിച്ച്. അത് ഏറ്റവും ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് ഈ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ കൊച്ചു കിടന്നപ്പോഴും അതോടൊപ്പം തന്നെ ക്രംലിൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴാണ്. അവരുടെ സ്നേഹം, അവർ എപ്പോഴും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഇടവിട്ട് അല്ലെങ്കിൽ അവർ അങ്ങോട്ട് പോകുമ്പോഴാലും ഇങ്ങോട്ട് പോകുമ്പോഴാലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാനായിട്ട് അവർ റെഡിയായിരുന്നു. അപ്പോൾ ഈ സമയം ഞാൻ അവരൊക്കെ ഓർത്തുപോവുകയാണ്. അവർക്ക് പ്രത്യേകം നന്ദി ഇപ്പോൾ ഞാൻ ഈ അവസരത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും കുഴപ്പമൊന്നുമില്ലാതെ ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് ദൈവം അങ്ങനെ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അങ്ങനെ ഇപ്പം തന്നെ പ്രിൻസിൻ്റെ കണ്ണ് നിറഞ്ഞു കൊച്ചിനെ പറ്റി പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലാവരേക്കാളും കൂടുതൽ നമ്മുടെ ഒരു കൊച്ചിന് വല്ലതും വരുന്നു എന്ന് അറിയുമ്പോഴാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, പക്ഷെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് തോന്നുന്നത് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും വന്നു പോയാൽ അല്ല, അത് ഒത്തിരി വിഷമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഇങ്ങനെ മാതാപിതാക്കളുണ്ട്, അവരുടെ കുഞ്ഞിന് ജീവിതകാലം മൊത്തം മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയണം എന്ന് വരുന്ന സിറ്റുവേഷൻസ് അല്ലേ? അപ്പോൾ അവരെങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫാമിലിയെ പരിചയപ്പെടാം. കുഞ്ഞുമോൾ സൈബു എന്ന് പറയുന്നവരുടെ ഒരു കുടുംബം. അവർക്ക് 3 കുട്ടികളുണ്ട്. 3 കുട്ടികളിൽ 2 പേർക്ക് ഓട്ടിസം ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ സൈബു ചേട്ടൻ്റെയും കുഞ്ഞുമോൾ ചേച്ചിയുടെയും വീട്ടിലാണ്. ഇത് പ്രിൻസിനെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും.
ചേട്ടൻ നാട്ടില് എവിടെയാണ്? എന്റെ വീട് നാട്ടിൽ പിറവത്താണ്, എറണാകുളം ഡിസ്ട്രിക്ട് പിറവത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ അയർലൻഡിൽ വന്നിട്ട് അയർലൻഡിൽ വന്നിട്ട് 11 വർഷമായി. 11 വർഷമായി. ശരി. ജോലി ചെയ്യുന്നു? ജോലി മാക്സ് സ്പെൻസറിൽ ജോലി ചെയ്യുന്നു. ചേച്ചി നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ? താല ഹോസ്പിറ്റലിലായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട്. മേഘ 10 വയസ്സല്ലേ? 10 വയസ്സ് കഴിഞ്ഞു. സാം 8 വയസ്സ്, പിന്നെ മിഖായിൽ മിഖായിൽ 5 വയസ്സ്. ഞാൻ കുഞ്ഞുമോൾ ചേച്ചിയെ കാണുന്നത് ഒരു 3 വർഷം മുമ്പാണ്. 3 വർഷം മുമ്പ് ഞാൻ വന്ന ആ വർഷം ഒരു പ്രയർ മീറ്റിങ്ങിനായിരുന്നു. അന്ന് സംസാരിച്ചൊന്നുമില്ല. അവിടെ കുഞ്ഞുമോൾ ചേച്ചി ഒരു സാക്ഷ്യം പറയാനായിട്ട് മുമ്പിലേക്ക് വന്നപ്പോഴാണ് കണ്ടത്. അന്ന് എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു ഇതായിരുന്നു ചേച്ചി പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ കേട്ടപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് മിഖായിലിനും ഓട്ടിസം ഉണ്ട് എന്നുള്ളൊരു ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് 3 കുട്ടികൾക്ക് ഓട്ടിസം, എന്നിട്ടും ചേച്ചിയുടെ മുഖത്തെ പ്രസാദവും ദൈവത്തിന് നന്ദി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടിസം ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എനിക്ക് തോന്നുന്നു. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ശരിക്കും? ഐ മീൻ ഓട്ടിസം കുറെ തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു അല്ലേ? ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ അതൊരു ഒരു മാനസിക രോഗം എന്ന് പറഞ്ഞ് അല്ലേ? നിങ്ങളങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? നാട്ടിൽ ചെല്ലുമ്പോ ഇവിടെയും നാട്ടിലുമായിട്ട് വ്യത്യാസം, ഇതിനെങ്ങനെ മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ളത്? നാട്ടില് ഇതിനെ നോക്കി കാണുന്നു, ഇവിടെ നോക്കി കാണുന്നുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സെയിം തന്നെ, പക്ഷെ അപ്രോച്ചിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് സൈക്കോളജിക്കലി നമുക്ക് ഈ ഫേസ് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമാണ്. നാട്ടില് എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ല. ഒത്തിരി പേര് ചുറ്റിനുണ്ട്, പക്ഷെ ആരുമില്ല. ഇവിടെ ഒത്തിരി പേര് ഉള്ളവർ നമുക്കുള്ളവരാ. അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സേഫ്റ്റി കൺസേൺസും കൂടെ ഇവിടെയാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിരിക്കണേ, നമുക്കൊരു ഇൻസെക്യൂരിറ്റി വരുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തിലേക്ക് കൂടുതലെടുക്കും. നാട്ടിലുള്ളവർക്ക് ആർക്കും ഇൻസെക്യൂരിറ്റി ഇല്ല. കാരണം അവിടെ പൈസ ആഷ്പോഷ്, ജീവിതം തന്നെ ഒരു റിയാലിറ്റി ഷോ പോലെ പോകുന്നു. ഈ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സാധാരണക്കാർക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും ഈ ഓട്ടിസം? അത് ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേക അവസ്ഥയാണ്. ഡിസീസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അവസ്ഥയാണ്. അതായത് ഇങ്ങനെയുള്ള പിള്ളേരുടെ ബ്രെയിൻ ഫങ്ഷനെ അഫക്ട് ചെയ്യുന്നത്. ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, അതിന്റെ കെമിസ്ട്രി, അതായത് ബ്രെയിൻ കെമിസ്ട്രി അഫക്ട് ചെയ്തിരിക്കണം. അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാവർക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോലെ ഇവരുടെ ആ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. അവർ ബ്രെയിനകത്ത് എല്ലാം ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ട്രാൻസ്മിഷന്റെ പാത്വേനെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത്. അത് പുറത്തേക്ക് പ്രകടിക്കാൻ പറ്റാത്ത കാരണം ഒരു ഹൈപ്പർ ആക്റ്റീവ്, കാരണം അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവരുടെ സോഷ്യലൈസേഷനെ അഫക്ട് ചെയ്യും, പിന്നെ അവരുടെ സ്പീച്ചിനെ എഫക്ട് ചെയ്യും. അപ്പോൾ അവർ ഓവറോൾ അവരുടെ പേഴ്സണാലിറ്റിയെ അത് എഫക്ട് ചെയ്തിരിക്കും. പക്ഷെ അവരാരും അങ്ങനെ ഒരു അബ്നോർമൽ എന്നല്ല പറയേണ്ട, ഒരു ഡീവിയേറ്റഡ് പേഴ്സണാലിറ്റി, അത് ബുദ്ധിമാന്യമല്ല, ബുദ്ധി വൈകല്യം എന്ന് പറയാം, ഒരു വൈകല്യം എന്ന് പറയാം. അങ്ങനെ ഒരു അവസ്ഥയാണത്. ഞങ്ങളുടെ പിള്ളേരെ മൂത്ത മോള് ഓട്ടിസവും ഉണ്ട്, അവൾക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്. അപ്പൊ അത് കാരണം അവളുടെ ഡെവലപ്മെന്റിൽ സ്ലോ ഡെവലപ്മെന്റ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പഠിപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിലും അത്ര നമുക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ആൾ ഓട്ടിസം മാത്രമാണ് അവന്റെ അവസ്ഥ. അപ്പൊ അവന്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അവന് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇൻഡിപെൻഡന്റ്. പക്ഷെ നമ്മൾ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യണം. ഒരു കണ്ണ് നമ്മുടെ അവരുടെ പുറകെ എപ്പോഴും ഷാഡോയിങ് ആയിരിക്കണം നമ്മളെ. കാരണം അവർക്ക് സേഫ്റ്റി അവയർനെസ് ഇല്ല, അവർക്ക് രണ്ടുപേർക്ക് സേഫ്റ്റി അവയർനെസ് ഇല്ല. മൂന്നാമത്തെ ആള് മിഖായിൽ, അവന് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അവനിപ്പോൾ 5 വയസ്സ്, അവനിപ്പോൾ നോർമൽ സ്കൂളിൽ പോകുന്നുണ്ട്. സംശയം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവം അവനെ രക്ഷപ്പെടുത്തിയെന്ന് പറയാം. അതുപോലെയാണ് അവൻ അത്ര മാറി, പഴയതിലും അവൻ മാറിയെങ്കിലും അവന് ഇവർ രണ്ടുപേരും കാണിക്കുന്ന പോലെ അവൻ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് പോലും ഇവരെ 3 പേരെ ഒന്നിച്ചാക്കിയിട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ മൂത്തവർക്ക് 2 പേർക്ക് സേഫ്റ്റി അറിയത്തില്ലാത്തതാണ്. അവർ ചിലപ്പം കളിക്കാൻ വേണ്ടി ഒന്നിച്ചൊന്നും കൈ പിടിച്ചാൽ മതി, പക്ഷെ അവർക്ക് എന്താ ഡേഞ്ചർ എന്ന് അറിയാൻ പറ്റാത്ത കാരണം എന്ത് സംഭവിക്കും നമുക്ക് അറിയത്തില്ല. അത് കാരണം ഒരു സെക്കൻഡ് പോലും ഞാൻ അവരെ തന്നെയാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഞാനിപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. അതിൽ തന്നെ പല സിവിയർ, മൈൽഡ്, അങ്ങനെ പല രീതിയിലുള്ള ഓട്ടിസം ഉണ്ട്. അതായത് കുറച്ച്
ചിലവർക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സെൽഫായിട്ട് ഹാം ചെയ്യും അവര്. ഫോർച്ചുനേറ്റ്ലി നമ്മളുടെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഓട്ടിസം ആണ് ഉള്ളത്. നമുക്ക് അവരെ ഫിസിക്കലി ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇവർക്കുള്ള ഭക്ഷണം ഡയറ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ച് നോക്കുകയാണെങ്കിൽ കുറെ ഇതൊക്കെ ഓട്ടിസം കുറച്ചൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് അങ്ങനെയുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് അവരുടെ പിന്നെ അവർക്കുള്ള എക്സസൈസ്, അതായത് ട്രാംപ്ലിനില് ഉള്ള ജമ്പിങ്, അതേപോലെ തന്നെ വാക്കിംഗ്, അങ്ങനെയുള്ള അവരുടെ എനർജി റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതനുസരിച്ച് ഇവരെ കുറച്ചും കൂടെ കം ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അവർ കമ്മ്യൂണിക്കേഷന് പ്രശ്നം വരുമ്പോഴാണ് ഇവർക്ക് കംപ്ലീറ്റ് ഫ്രസ്ട്രേഷൻ ആവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഈ പെക്സ് അങ്ങനെയുള്ള സിസ്റ്റം വഴിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ബാരിയറും കൂടെ മാറ്റുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഷുഗർ ഫ്രീ ഡയറ്റ് കൊടുക്കുന്നത് ഇവര് ഹൈപ്പർ ആകാതിരിക്കാൻ വേണ്ടി. അതെ അതെ അതെ. ചോക്ലേറ്റ് അതൊക്കെ നമുക്ക് ശരിക്കും കഴിക്കുമ്പോഴേ തന്നെ അറിയാൻ പറ്റും. നമ്മള് തന്നെ ടയർഡായിട്ടിരിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് കഴിയുമ്പോൾ നമുക്ക് എനർജി ബൂസ്റ്റ് ഇല്ല. ഇവർക്ക് എനർജി ഓൾറെഡി ഉള്ള അവർക്ക് ചോക്ലേറ്റ് കഴിയുമ്പോൾ കൂടുതൽ ബൂസ്റ്റാ, ഒത്തിരി ഹൈപ്പർ ആക്റ്റീവ് ആവും. പിന്നെ അവരുടെ എന്തായാലും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലസ് പോയിന്റ്സ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ എബിലിറ്റി. ഇപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയങ്കര എഫിഷ്യന്റ് ആണ്. മീൻസ് ഈ ഗെയിമില് അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോണിന്റെ ഒക്കെ എന്താ പറയുന്നത് മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങളില് ഈവൻ ഗെയിം ഒക്കെ ആണെങ്കിൽ പുള്ളി ഭയങ്കര ഫാസ്റ്റ് ആണ്. ഇപ്പൊ നമ്മള് പലപ്പോഴും ഗെയിം വെച്ച് കഴിഞ്ഞാൽ നമ്മള് വണ്ടടിക്കും. കാരണം പല നമ്മളെ ചെയ്യാൻ പറ്റാത്ത പല സ്റ്റേജസും കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ മുന്നോട്ട് പോവാം. ഗെയിം മറ്റേ ഐപാഡിലുള്ള ഒരു എന്താ പറയുന്നത് റണ്ണെന്നോ അങ്ങനെ ടെമ്പിൾ റൺ. അപ്പൊ അതിന്റെ പല സ്റ്റേജസും പുള്ളി പോകും. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കാരണം പല സ്റ്റേജസിൽ വരുമ്പോഴേക്കും പുള്ളി അത്രമാത്രം ഇതായിട്ട് അത് ചെയ്യാന്ന് പറയുമ്പോ അവന് ആ കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം അത്ര എഫിഷ്യന്റ് ആയിട്ട് പുള്ളി അത് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ കാര്യത്തിലൊക്കെ പുള്ളി ഭയങ്കരമായിട്ടുള്ള നല്ല റൂട്ടീൻ സെറ്റ് ചെയ്യണം. റൂട്ടീൻ സെറ്റ് ചെയ്ത് അതങ്ങനെ ഫോളോ ചെയ്ത് പോവാണെങ്കിൽ കുഴപ്പമില്ല. റൂട്ടീൻ ഡിസ്റ്റർബൻസ് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ പള്ളിയിൽ പോണതിന് മുന്നേ നമ്മൾ പറയാ നമ്മളിന്ന് പള്ളിയിൽ പോവുക, പള്ളിയുടെ പിക്ചർ കാണിച്ച് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിട്ട് ഫേസ് ചെയ്യും. അതിനകത്ത് ഒത്തിരി നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം. അതായത് പേരൻസിന്റെ സൈഡിൽ നിന്ന് കുറെ ഡെഡിക്കേഷൻ വരുന്നുണ്ട്. ആ ഡെഡിക്കേഷൻ നമ്മൾ വരുന്നതനുസരിച്ച് അവരുടെ ലൈഫിന് നമ്മൾ ഹെൽപ്പ് ചെയ്യണം, ഫ്യൂച്ചർ ലൈഫിനെ ഹെൽപ്പ് ചെയ്യണം. നമ്മളിപ്പോ ആരെയും കൊണ്ടെങ്കിലും ചെയ്യിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പൊ നാട്ടിലൊക്കെ ചെല്ലുവാണെങ്കിൽ ആരെങ്കിലും നോക്കാൻ ഒരാളെ നിർത്തിയാൽ പോരെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പിള്ളേരെ നമ്മൾ തന്നെ നോക്കുമ്പോഴാണ് അവർക്ക് കിട്ടുള്ളൂ. ആൾക്കാരെ കൊണ്ട് നോക്കിക്കുന്നതുകൊണ്ട് ഒരിക്കലും കിട്ടത്തില്ല. കിട്ടും, പലതും കിട്ടും, പക്ഷെ കിട്ടേണ്ട എല്ലാം കിട്ടത്തില്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും അവരെ ഫ്യൂച്ചർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവരെ ഇപ്പൊ എങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതനുസരിച്ച് അവരുടെ ഫ്യൂച്ചർ എന്തായാലും മാക്സിമം അവർ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നു. ട്രെയിൻ ചെയ്തെടുത്ത് ബുദ്ധിമുട്ടാണ്, കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി ബാരിയറുണ്ട്. അവർക്കെല്ലാം നമ്മൾ പറയുന്ന കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇപ്പം ചില കാര്യങ്ങൾ 3-4 പ്രാവശ്യം പറയാനായിരിക്കും, പറഞ്ഞാലും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാതെ നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചാണ് അവർ എല്ലാം ആകുന്നത്. ഇപ്പം മോനൊക്കെ ആയാലും കുളിക്കുന്ന കാര്യം അതൊക്കെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി, നമ്മൾ കുറെ ട്രെയിൻ ചെയ്തനുസരിച്ച് ഇൻഡിപെൻഡന്റ് ആയി. പക്ഷെ നമ്മളിനി ഒത്തിരി ചെയ്യാനുണ്ട്. ഇപ്പൊ ജോലിയുടെ അതിൻ്റെയൊക്കെ ഓട്ടത്തിലാണെങ്കിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നില്ല. അത് കാരണം ജോലി എന്ന് പറയുന്ന ഒരു ഫുൾ സ്റ്റോപ്പിന്റെ സമയമായി എന്ന് പറയാം. കാരണം ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു, പക്ഷെ അതിന് എനിക്ക് ലീവ് ഒന്നും അപ്രൂവ് ആയിട്ടില്ല. ഏകദേശം അങ്ങനെ ആയിരിക്കുവാണ് അത്. ഞാൻ ഒരു സ്റ്റേജിൽ നമ്മൾ എന്തായാലും അത് വേണ്ടി വരും, കാരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. മോൾ 10 വയസ്സായി. വേറെ ഒരാളെ കൊണ്ട് നോക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. കാരണം നോർമലായിട്ടുള്ള പിള്ളേരെ ഒത്തിരി അബ്യൂസ് വരുന്നുണ്ട്. പിന്നെ ഇവർക്ക് പറയാൻ അറിയത്തില്ല, അത് കാരണം അവരെ നമ്മൾ തന്നെ നോക്കാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കെയർ
ഹോമോ അങ്ങനെയുള്ള ഇടത്തൊക്കെ ആക്കാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു കഴിയുന്നിടത്തോളം ഞങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ നോക്കുക. അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടെ ശരിക്കും. അതായത് ഡേ ആൻഡ് നൈറ്റ് ആണോ അതോ മാത്രം ഇടാനായാലും വീക്കെൻഡിലൊക്കെ ഡേയിൽ മാത്രം ഇടാനായാലും ഡേ ആൻഡ് നൈറ്റിൽ ഇടാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ട്. പക്ഷെ അവിടുത്തെ പലപ്പോഴും അവിടെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മള് ഒരിക്കലും നമുക്ക് കെയർ ഒക്കെ ഉണ്ട്. പിന്നെ അസുഖങ്ങളൊക്കെ കൂടുതൽ വരുമല്ലോ, അസുഖങ്ങൾ പെട്ടെന്ന് കിട്ടാനൊക്കെ ചാൻസ് കൂടുതല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ കെയറിന് നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ നോക്കുക. ഇത്രേ ഉള്ളൂ. അതിനകത്ത് അൾട്ടിമേറ്റ്ലി പറയാണ് ദൈവം ഏൽപ്പിച്ച് ജോലി സന്തോഷപൂർവ്വം ചെയ്യുക. നമ്മൾ ഏത് ജോലി സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പരാതി പറഞ്ഞ് ചെയ്യുമ്പോഴത്തേനും അത് കൂടുതൽ വലിവ നമുക്ക് തന്നെ വലിവ് കൂടുതലുണ്ടാകുമല്ലോ. നമ്മൾ സന്തോഷത്തോടെ തന്നെ ചെയ്യുന്നത് പരിഭവം ഇല്ലാതെ. എങ്ങനെ നിങ്ങളത് മാനേജ് ചെയ്ത് കൊണ്ടുവന്നു? ഇപ്പൊ മൂന്ന് കുട്ടികളുണ്ട്, അപ്പൊ 2 പേർക്ക് ഓട്ടിസം ആണ്. അപ്പൊ അതെങ്ങനെ നിങ്ങളത് മാനേജ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്? വൈഫ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പിന്നെ Monday to Friday വൈഫ് ഡ്യൂട്ടിക്ക്. സാറ്റർഡേ ഞാൻ ഫുൾ ടൈം ജോലിയായിരുന്നു. ഇത് അറിഞ്ഞോടുകൂടി ഞാൻ ടൈം കുറച്ചു. കാരണം സാറ്റർഡേ സൺഡേ 2 ദിവസം ഞാൻ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ സോഷ്യലൈസേഷനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ തെറ്റില്ലാതെ എല്ലാം ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഈവൻ സൺഡേ ആണെങ്കിലും എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പള്ളിയിലൊന്ന് പോകാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം സോഷ്യലൈസേഷനൊക്കെ കുഞ്ഞുമോള് പിള്ളേരുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞുമോളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുമോൾക്ക് സോഷ്യലൈസേഷൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ പള്ളിയിലൊന്നും പോലും പോകാൻ പറ്റാറില്ല. സൺഡേസിൽ പള്ളിയിൽ പോകാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും കുഞ്ഞുമോള് അത് കഴിയുന്ന പോലെ ഡ്യൂട്ടിയുടെ സമയത്ത് അവിടെ പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെയ്യുന്നുണ്ടെന്നാണ്. എനിക്ക് ഡ്യൂട്ടിയിൽ നിന്ന് പള്ളിയിൽ പോകാൻ പറ്റാറുണ്ട്. എരിശ്ശേരി പള്ളി പൊതുലും എന്നെ ആ സമയം പറഞ്ഞു വിടാറുണ്ട്. അവർക്ക് ഹോസ്പിറ്റൽ സ്റ്റാഫിൽ എവിടെയാണെന്ന് അറിയാൻ മേലാത്ത ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരില്. പക്ഷെ കൃത്യമായിട്ട് 1:30 കുഞ്ഞുമോൾ എന്നീ പോകുന്നില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞു വിടുവര്. അങ്ങനത്തെ ഉപകാരമുണ്ട്. നമ്മുടെ തമ്പുരാന് വേണ്ടി ഒരു ആഗ്രഹിച്ച അതിനുള്ള അവസരം ആരെങ്കിലുമൊക്കെ ഇവിടേക്കെങ്കിലും കൂടി വഴി ഒരുക്കി തരും, ഉറപ്പാണ്, സംശയമില്ല. സൈബുനിപ്പം ഞായറാഴ്ച ശനി ഞായറും ജോലി ചെയ്യുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്ന അവരുടെ ഇന്നസെൻസ് ആണ്. കാരണം അവർക്ക് ഈ ഭൂമിയിൽ ഒരു കളത്തിലും അറിയത്തില്ല. അവർക്ക് ഫ്ലാറ്റ് വേണ്ട, ഡയമണ്ട് വേണ്ട, മൊബൈൽ വേണ്ട, ഐപാഡ് വേണ്ട, കമ്പ്യൂട്ടർ വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് നമുക്ക് ആകെ കൊടുക്കേണ്ട സ്നേഹം മാത്രം മതി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവരെ എടുത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ബ്ലസ് ചെയ്യാൻ ഞാൻ പറയാറില്ല. കാരണം അവരെ ഇന്നസെൻസിന് മുന്നിൽ ഞാനൊന്നും അല്ല. അത് കാരണം പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഇപ്പൊ നമ്മള് വിദേശത്താണ് എന്നൊരു തോന്നലില്ല. നന്നായിട്ട് സപ്പോർട്ട് ശരിക്കും. കാരണം നാട്ടിൽ ചെന്നാൽ നല്ല വിലകാരിയാണെന്ന് ചോദിക്കുള്ളൂ. എത്ര ക്ലോസ് റിലേഷൻസ് കിട്ടിയോ അതേ ചോദിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാനൊരു പനി എന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് 3 ദിവസത്തിനുള്ള ഭക്ഷണം അന്ന് തന്നെ എത്തി. കാരണം കേട്ട ഒരാൾ വിളിച്ചു നോക്കി കുഞ്ഞുമോക്ക് പനി. അന്നേരം അവർ പറഞ്ഞു ഈ കുഞ്ഞുമോള് വീണ അവിടെ എന്നാ ചെയ്യും. അത് കാരണം എനിക്ക് ഉടനെ സാധനങ്ങൾ എത്തി. അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഹെൽപ്പ് അവിടെ. നാട്ടില് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. ഇപ്പൊ എൻ കേസ് ചോദിക്കുന്നതിന് ഞാനത് ചെയ്തതല്ലേ എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ഒരു സർവീസ് ആയിട്ട് കരുതുന്നില്ല. അപ്പൊ നമുക്ക് വളരെ സ്നേഹമുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവര് നമ്മളെ എല്ലായ്പ്പോഴും സഹായിക്കാറുണ്ട്. ഈവൻ വളരെ എക്സ്ട്രീം നീഡായിട്ടുള്ള സമയത്തെല്ലാം ഹെൽപ്പുണ്ട്. നാട്ടിൽ നമുക്ക് ബന്ധുക്കളുടെ സപ്പോർട്ടാണ് നാട്ടിൽ കൂടുതലെങ്കിൽ ഇവിടെ അതിനേക്കാൾ ഉപരി നമ്മുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ടാണ് ശരിക്കും നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. ഇപ്പൊ മേഘയും സാമും ഒക്കെ എങ്ങനെയാ നിങ്ങളോട് സംസാരിക്കുന്നേ? മേഘ കൂടുതൽ അവള് സൈൻ ലാംഗ്വേജ് നമ്മളെ വിളിച്ചോണ്ട് പോകും. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇപ്പൊ അവൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോ അവള് മൈക്രോവേവിന്റെ ഡോറെ ചെന്ന് പിടിക്കും. അപ്പൊ എനിക്ക് അറിയുന്നത് ഭക്ഷണം കഴിക്കും. കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അയാളോട് എങ്ങനെയും ഇപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ആണെങ്കിൽ ശരിക്കും അങ്ങനെ എല്ലാ രീതിയിലും എക്സ്പ്രഷൻസ് നന്നായിട്ടുണ്ട് കുറച്ചുകൂടെ. അതുപോലെ സാമിനെ സംബന്ധിച്ചിടത്തോളം സാം ഓൾറെഡി ടോയ്ലറ്റ് ടൈം ട്രെയിൻഡ് ആണ്. ഒരുമാതിരി
അത്യാവശ്യം അവൻ സംസാരിക്കും, മീൻസ് അവന് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സ്കൂളിംഗ് ഒക്കെ എങ്ങനെയാ? സ്പെഷ്യൽ സ്കൂളിലാണ് പോയി പോകുന്നത്. രണ്ടുപേരും സ്കൂളിലാണ് പോണത്. സ്കൂളിൽ ഒരു ക്ലാസ്സിലാണ്. പക്ഷെ അവർക്ക് ഇങ്ങനെ തിരിച്ചറിയാമല്ലോ ഇതെന്റെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. സംസാരിക്കുമോ? സാമിന് കുറച്ച് വേർഡ്സ് ഉണ്ട്. അവന്റെ ആവശ്യങ്ങൾ അത്യാവശ്യം അറിയിക്കും. പിന്നെ ബാക്കി അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവനൊരു ഐപാഡിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ഗ്രേസ് ആപ്പ്. അത് ഓട്ടിസം ഉള്ള ഒരു കൊച്ചിന്റെ അമ്മ ഡിസൈൻ ചെയ്ത പ്രോഗ്രാം. ഗ്രേസ് എന്നുള്ള ഒരു കൊച്ചിന്റെ അമ്മ ഡിസൈൻ ചെയ്ത പ്രോഗ്രാം. ഗ്രേസ് ആപ്പ്. അതില് പിള്ളേർ അവന്റെ ആവശ്യങ്ങൾ അവൻ കാണിച്ചു തരും, പിക്ചർ കാണിച്ചു തന്നിട്ട് പിന്നെ അങ്ങനെ അത് കാണിച്ചു തന്നു. അതിൽ നിന്ന് പിള്ളേർ സ്പീച്ച് ഡെവലപ്പ് ചെയ്ത പിള്ളേരുണ്ട്. അതിനും കൂടെ വേണ്ടിയാണത്. ജസ്റ്റ് നമ്മുടെ സംസാരം ഒഴിവാക്കുമല്ല, അത് ഉപയോഗിച്ച് ഐ വാണ്ട് എന്ന് പറഞ്ഞ് അവരോരോ പിക്ചർ കാണിച്ചു തരും. അതനുസരിച്ച് നമുക്ക് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ അതിൽ നിന്ന് സ്പീച്ച് ഡെവലപ്പ് ചെയ്ത പിള്ളേർ ഒത്തിരി ഉണ്ട്. ആ കൊച്ചിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഗ്രേസിന്റെ അമ്മയെ എന്റെ വാർഡിൽ പേഷ്യന്റ് ആയിട്ട് വന്നിട്ടുള്ള വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ നാട്ടിൽ ഇതുപോലെ തന്നെ 25ഓളം വോളണ്ടിയർമാര് ചേർത്തിട്ട് അല്ലേ കൂട്ടിയിട്ട് സ്നേഹ ഞങ്ങള് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളോർത്തു ഞങ്ങളുടെ പിള്ളേരെ മാത്രം നോക്കുന്നത് വലിയൊരു കാര്യമല്ല. കാരണം നമുക്ക് നമ്മുടെ റോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതൊന്നും അല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഇവർക്ക് വേണ്ടി ഇവരെ ഉള്ളതിന്റെ പേരിൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചാണ് ഞങ്ങളൊരു പ്രോഗ്രാം നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തത്. സ്നേഹസ്പർശം എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളെന്ത് ശരിക്കും ചെയ്യണതിന്റെ അകത്ത് എന്തൊക്കെയാണ് അത് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ 25ഓളം പേര് വോളണ്ടറി വർക്ക് പോയി ചെയ്യുവാണ്. സ്നേഹ ഭവൻ എന്ന് പറഞ്ഞൊരു മെന്റലി ഡിസേബിൾഡ് എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും യൂസ് ചെയ്തത്. കാരണം അവര് ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ്. കാരണം അവർ ശരിക്കും ഡിസേബിൾഡ് നമ്മൾ യൂസ് ചെയ്യരുത്. അവര് ഡിഫറൻഷ്യലി ഏബിൾഡ്, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഹൈ ഫങ്ഷനിങ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഉള്ള സ്കൂളാണ് സ്നേഹഭവൻ എന്ന് പറഞ്ഞത്. അത് വെറും ഹോളി കിങ്സ് കാത്തലിക് ചർച്ചിനോടനുബന്ധിച്ചുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിന്റെ തന്നെ 25 പേര് പോയി വോളണ്ടറി വർക്ക് ചെയ്യുക. അപ്പൊ അവർ ചെന്ന് അവിടെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. അവിടെ കവർ ഉണ്ടാക്കുക, ക്യാൻഡിൽ ഉണ്ടാക്കുക, പിന്നെ പിള്ളേരുടെ ഭക്ഷണം കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുക, ടീച്ചേഴ്സിനൊക്കെ ഒരു ഹെൽപ്പ്, അങ്ങനെ എല്ലാം കൂടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അപ്പൊ അവർ ഡിവൈഡ് ചെയ്തേക്കുക. തിങ്കളാഴ്ച 5 പേര് പോയാൽ ചൊവ്വാഴ്ച വരെ കുറച്ച് പേര്, ബുധനാഴ്ച അങ്ങനെ ഡിവൈഡ് ചെയ്ത് സ്കൂളിൽ എപ്പോഴും ഹെൽപ്പുണ്ട്. സ്കൂളുകാർ തന്നെ പറഞ്ഞത് ഈ സ്നേഹസ്പർശം എന്ന് പറഞ്ഞ പ്രോഗ്രാം തുടങ്ങിയത് ചില വീടുകളിൽ കല്യാണം കഴിച്ച് നല്ല പെണ്ണുങ്ങൾ വരുന്ന പോലെ ആയിപ്പോയി. കാരണം അവർക്കൊരു ഹെൽപ്പ് ആയിപ്പോയി. അപ്പൊ ഇതിൽ കൂടെ പലരും അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇവിടെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു പോലും ആദ്യമായിട്ട് സ്നേഹഭവനിൽ കയറിയിട്ടുണ്ട്. സ്നേഹസ്പർശം തുടങ്ങിയ പിന്നെ കാരണം അതിനകത്ത് മെയിനായിട്ട് ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്, പിന്നെ ഞങ്ങളുടെ മമ്മിയുണ്ട്. അവരെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് അവർ ചെയ്യുന്ന അവരെല്ലാവരും ഒത്തിരി ഹാപ്പിയാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്നെ പോലെ മീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവർ പറഞ്ഞാൽ അവർ ഒത്തിരി ഹാപ്പിയാണ്. കാരണം വീട്ടിലിരുന്ന് സീരിയൽ കാണുന്നു, പിന്നെ കുറെ നേരം ഇരുന്ന് നടുവേന, പിന്നെ അല്ലെങ്കിൽ ഫോണെടുത്ത് ആരെങ്കിലും വിളിച്ച് സമയം കളയുന്നു. അതിന് പകരം ഇതിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ ഒത്തിരി ഹാപ്പിയാണ്. അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ഇതിപ്പോ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല. ഇങ്ങനെ കവർ ഉണ്ടാക്കുക അല്ലെങ്കിൽ തിരി ഉണ്ടാക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതാണ്. അപ്പൊ അവരുടെ കൂടെ കാരണം അവിടുത്തെ പിള്ളേരും ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു പ്രോഗ്രാം കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു, ആഡ് ചെയ്തു. ഇങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടിലെ ന്യൂസ് പേപ്പർ കളയാൻ വെച്ചിരിക്കുന്ന പേപ്പറുകൾ എടുത്ത് അത് കളക്ട് ചെയ്ത് സ്നേഹഭവന്റെ വണ്ടിയിൽ നിന്ന് കളക്ട് ചെയ്യും. അങ്ങനെ ഓരോ ഏരിയയിൽ ഓരോ വീടുകളിൽ ഇത് വെക്കും. എന്നിട്ട് ആ പേപ്പർ കളക്ട് ചെയ്തിട്ട് സ്നേഹഭവനിലെ ആവശ്യത്തിന് യൂസ് ചെയ്യണം പൈസ. അത് നമ്മളതിനകത്ത് പൈസയുടെ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നില്ല. അവര് തന്നെ പൈസ അവിടെ പേപ്പർ വെക്കും, അവർ തന്നെ അവിടുത്തെ ആവശ്യമാണ്. നിങ്ങളുടെ ഈ മനോഭാവം, ഇത് ഞങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളാണ്, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ആ മനോഭാവവും ആ നല്ല മനസ്സും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ശക്തിയും നിങ്ങൾക്ക് നേരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നതിന് നിങ്ങൾക്ക് ഒത്തിരി നന്ദി. അവരെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുമായിരുന്നു, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു പ്രതിസന്ധിയെ നേരിടാനുള്ള ശക്തി നമുക്ക് സ്വന്തം കിട്ടുവാണ് അല്ലേ?
തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ കുട്ടികളെയും ഈ സമയം ഓർക്കുന്നു. അവരുടെ മാതാപിതാക്കന്മാർക്ക്, അവരുടെ ബന്ധുക്കൾക്ക് കൂടുതൽ ശക്തി കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇനി നമുക്കൊരു ചെറിയൊരു പാട്ട് കേട്ടാലോ? നല്ലതായിരിക്കും അല്ലേ? വേറൊന്നും തോന്നരുത്, ഭക്തിഗാനമല്ല. ഇതൊരു 1999 പുറത്തിറങ്ങിയ തുള്ളാതെ മനവും തുള്ളും എന്ന സിനിമയിലെ KS ചിത്ര പാടിയ ഒരു പാട്ടുണ്ട്, ഇന്നിസെ പാടി വരും. സിസ്റ്റർ പാട്ട് പാടുവോ? പാട്ടിൻ്റെ അടുത്തേക്ക് പോകത്തില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പാട്ട് പാടുന്നത് ആരാ? ലേഖ സുനിൽ. ലേഖ സുനിൽ ഒരു 8 വയസ്സ് മുതൽ പള്ളിയിലൊക്കെ പാടി വരുന്ന കേട്ടിട്ടുണ്ട്. 7-8 വയസ്സ് മുതൽ അവിടെ പള്ളിക്കോറിൽ പാടി തുടങ്ങിയതാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയും പള്ളിക്കോറിൽ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു. 3 കുട്ടികളുണ്ട്, സുനിൽ ഭർത്താവ്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ரகசியம் காண்பதே நம்ம
தேடி தேடி தேடும் மனது தொலைகிறதே இன்னிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை ഈ ഇടയ്ക്ക് പ്രിൻസ് ഒരു നാടകം ചെയ്തായിരുന്നല്ലോ. നാടകമല്ല, ചെറിയൊരു 13-14 മിനിറ്റുള്ള ഒരു ചെറിയൊരു സ്കിറ്റ് ആണ് ചെയ്തത്. ബിബി സുനിൽ സ്ക്രിപ്റ്റ് എഴുതിയ. അതെ അതെ. അത് എങ്ങനെയാണ് നാടകം സ്ക്രിപ്റ്റ് ഉണ്ടായത്? അതായത് ബിബി സുനിൽ ഒരു ദിവസം ചെറിയൊരു സ്ക്രിപ്റ്റുമായിട്ട് 2-3 പേജുള്ള സ്ക്രിപ്റ്റായിട്ട് വീട്ടിലേക്ക് വന്നു. ഇതൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. എനിക്ക് ചെയ്യാൻ അറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ വീണ്ടും വായിച്ചു. പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്നുകൂടിയും സ്ക്രിപ്റ്റ് എക്സ്പാൻഡ് ചെയ്തു. അതിനുശേഷം സെലിബ്രിറ്റിന് വേണ്ടിയിട്ടായിരുന്നു അവർ ബിബി സുനിൽ സ്ക്രിപ്റ്റ് എഴുതിയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി, ഞാൻ സെലിബ്രിറ്റിയിൽ പോയി ഇതിന് പറ്റിയ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമുള്ള കുട്ടികളെ വന്നു. അവരെ ഈ ഡയലോഗുകൾ കഥാപാത്രങ്ങൾ ഓരോരുത്തർക്ക് കൊടുത്തു. എന്നിട്ട് പിന്നെ അവരെ ഏകദേശം ഒരു മാസത്തോളം അവരെ ട്രെയിൻ ചെയ്തു. ആ കഥാപാത്രമായി മാറാൻ വേണ്ടിയിട്ട് അവരെ ഏകദേശം ഒരു മാസത്തോളം ട്രെയിൻ ചെയ്തു. അവർ കഥാപാത്രങ്ങളിലേക്ക് കുറച്ചൊക്കെ ഇറങ്ങി ചെന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മളവരെ ലൂക്കൻ സ്റ്റുഡിയോയിൽ കൊണ്ടിട്ട് നമ്മൾ അവരുടെ ശബ്ദം റെക്കോർഡ് ചെയ്യിപ്പിച്ചു. പിന്നെ വീണ്ടും ആ ശബ്ദവുമായിട്ട് സിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവരെ ഒരു 2-2.5 ആഴ്ചയോളം വീണ്ടും ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്, നമ്മളെന്തെങ്കിലും ചെറിയൊരു സംഭവം ചെയ്താൽ നല്ലതാണെന്ന് പറയുമ്പോൾ അവരതിന് പൂർണ്ണ പിന്തുണയായിട്ട് അവരുടെ പാരൻസും കുട്ടികളും ഉൾപ്പെടെ പൂർണ്ണ പിന്തുണ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിനൊരു ശക്തി ഉണ്ടായിരുന്നു, ഒരു എനർജി ലെവൽ കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇതങ്ങനെ പോയത്. അരങ്ങേറിയത് 27-ാം തീയതി, ഡിസംബർ 27-ാം തീയതി സെലിബ്രിറ്റിൻ്റെ പ്രോഗ്രാമിനാണ് അത് സ്റ്റേജിൽ കയറിയത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ കിൽഡെയർ അസോസിയേഷൻ അവിടെ ക്രിസ്മസിന് കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതോടൊപ്പം തന്നെ ജനുവരി 10-ാം തീയതി ലൂക്കനിലും കുട്ടികൾ ഈ സ്കിറ്റ് ലൂക്കനിലുള്ള കുട്ടികൾ അവർ ഈ സെയിം സ്കിറ്റ് തന്നെ അവർ കളിച്ചു. അങ്ങനെ 3 സ്റ്റേജ് കളിച്ചു. അതിൻ്റെ പേര് സാന്താ സേസ് ലവ് ഈസ് ദ ലൈറ്റ് ഓഫ് ക്രിസ്മസ് അല്ലേ? അതൊത്തിരി വിജയിച്ചതായിട്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും അത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്താലോ? പ്രേക്ഷകർക്ക് വേണ്ടി പ്ലേ ചെയ്യണം, തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം. പക്ഷേ സ്റ്റേജിൽ കാണുന്നതിൻ്റെ ഒരു സുഖം, ഒരു അനുഭൂതി ഒരു കാരണവശാലും നമ്മൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് നമുക്കത് കിട്ടത്തില്ല. കാരണം സ്റ്റേജിൽ ലൈറ്റ് ഓൺ ആവും ഓഫ് ആവും, അപ്പോൾ ക്ലാരിറ്റി എന്തോരുണ്ടെന്ന് എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ സ്കിറ്റ് ഒന്ന് കേൾക്കാം. ഇതിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ബിബി സുനിലാണ്, ഡയറക്ഷൻ പ്രിൻസ്. പിന്നെ ഇതിൻ്റെ കഥാപാത്രങ്ങൾ ആസ് ഇൻ ഓർഡർ: ഗ്രാൻഡ്മ ടിൻസി സെൽവൻ, ചിൽഡ്രൻ ജോവാക് സെബി, ഈനോഷ് ഫിലിപ്പ്, റോഹാന റോഷൻ, ഫസ്റ്റ് പേഴ്സൺ അഖിൽ സെൽവൻ, സെക്കൻഡ് പേഴ്സൺ ഡേവിഡ് ബിനു, സെയിൻറ്റ് നിക്കോളാസ് ജോർജ്, രഹിത് ബൈജു. ആർട്ട് ബാലഗംഗാധര കുറുപ്പ് ആൻഡ് ജോസ് ജോൺ. മൾട്ടിമീഡിയ സപ്പോർട്ട് സിജോ വർഗീസ്. സൗണ്ട് ശ്യാം എസാദ്. പിന്നെ ഇതിൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ശബ്ദം കൊടുത്തത് ഷീബ ഷാറ്റ്സ്. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടും നമ്മൾ ഈ ഒരു ചെറിയൊരു സ്കിറ്റ് നമ്മൾ റേഡിയോയിൽ ഇതിലൂടെ കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ റേഡിയോ നാടകങ്ങൾ ആർക്കെങ്കിലും എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ റേഡിയോ നാടകങ്ങൾ എഴുതുക. നമ്മൾ റേഡിയോ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തുടക്കമാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്കിറ്റ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to laugh and sing a sleighing song tonight. Oh, jingle bells, jingle all. Hello, my little ones. Granny, Granny, look at our Christmas tree.
We are really excited, Grandma. We cannot stop looking at the Christmas tree. You know, it is Christmas Eve. Oh, I knew that, my dear. Come on, children. Come and sit here. I want to tell you something. Okay, Grandma. Do you know the story of Christmas? Yes, we know the story of Christmas. Christmas is the birthday of Jesus Christ. What about Santa Claus? Do you know his story? No, we only know Santa comes with the gifts for us on Christmas Eve midnight. Do you like to listen to the story of Santa? Yes, we do. All right. Santa Claus' original name is Saint Nicholas. Saint Nicholas was a bishop who lived in 4th century AD in a place called Myra in Asia Minor. The place is called Turkey now. He was a very rich man because his parents died when he was very young and left him a lot of money. He was also a very kind man and had a reputation for helping the poor and giving secret gifts to people who needed it. The most famous story about Saint Nicholas tells how the custom of hanging up stockings to get presents goes like this. It is a pity that poor George has to sell his daughters for his slavery as he has no money to give the dowry. Oh, I can't believe it. He was well settled. Poor George. Please, God have mercy on him. There is a house of poor man George. He is sad because his wife has died and he is not very well. This poor man has no money to buy food, so his 3 daughters have to earn what they can by working in the fields. Here they come now, and they are tired and hungry. If only we could each marry a rich husband, we could help our father. There is no way we can earn enough money to marry at all. I'm so tired. I can't work any harder. We should pray to God to help us. They all went to bed to sleep. And the clock strikes 12.
Saint Nicholas throws a bag of gold coins through the window and it fell inside a stocking. Next morning, they found the gold coins. Oh, they were so happy, and the first daughter got married. After few years, George and his 2 daughters are sitting in the sitting room. Dad, I know why you are sad. We have no money for my wedding. Yes, my daughter. What will we do? Don't worry, Dad. You can sell me, Dad. No, my dear. God will help us. Go to bed. When the clock strikes 12, Saint Nicholas throws a bag of gold coins inside. Next morning, Dad! Look, Dad! We have the money! God is so merciful! Thank you, Lord! after few years, My dear Dad, don't worry about my wedding. God is great. He will help us as always. He has a plan for us. Yes, my daughter. You go to bed. she went to bed, but George was hiding outside. Saint Nicholas came and threw the gold coins for the 3rd daughter's wedding. But George caught him this time. You don't have to see my face. I am doing this for our Lord. No! I want to see this angel's face. George was shocked to see Saint Nicholas, the bishop, in front of him. You are so kind, and you're an angel. Say thanks to our Lord. I am only his servant. And don't tell this to anyone. This is a big thing that happened in Saint Nicholas's life. Later, he becomes Santa Claus. Saint Nicholas is believed to have died on December 6th, and we celebrate his feast day on December 6th. He had a passion to give gifts and money to needy people. Now, Santa is coming to every house with his gifts and love. But Santa is reminding us that Christmas is the birthday of Jesus. Santa does not want us to remember him more than Jesus on Christmas Day. So, don't forget
to wish Jesus a happy birthday. Happy birthday, Jesus. Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings to you wherever you are. Good tidings for Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. അടുത്തതായിട്ട് 1998 പുറത്തിറങ്ങിയ കുഞ്ഞിടത്തിൽ എന്നെ കൊടുത്തിടുന്ന പറഞ്ഞ തമിഴ് സിനിമയിലെ ഒരു ഗാനമാണ്. ഗാനം ശരിക്കുള്ള ഗാനം പാടിയത് ഹരിഹരനാണ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് കാർത്തിക്കും റോജയും കൂടിയിട്ടാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഇതെന്താ ഫ്രണ്ട്സ്, ഒരു ഭക്തിഗാനൊന്നും കിട്ടിയില്ലേ? സിസ്റ്റർ, ഐ ആം റിയലി സോറി. കാരണം സിജു കുര്യൻ അവിടെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ആ പാട്ടാണ് പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. ശരിയാണ്, സിസ്റ്റർ വരുമ്പോൾ ശരിക്കൊരു ഭക്തിഗാനം പ്ലേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ഇനിയിപ്പോൾ പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ സിജു കുര്യനാണ് ഈ ഗാനം ആലപിക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട്. സിജു കുര്യൻ സിറ്റി വെസ്റ്റിൽ IT വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ടിട്ട്, അതായത് ഏതോ ഒരു പാട്ട് കാതിൽ എന്ന് പറയുന്ന ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കുമ്പോതെല്ലാം ജ്ഞാപകം താലാട്ടും. ഏതോ ഒരു പാട്ട് എൻ കാതിൽ കേൾക്കുമ്പോതെല്ലാം ജ്ഞാപകം താലാട്ടും. എൻ കൺകളിൽ ഇമകളിലെ ജ്ഞാപകം ചിറകടിക്കും. நான் சுவாசிக்கும் மூச்சினிலே உன் ஞாபகம் கலந்திருக்கும். ஞாபகங்கள் மலையாகும், ஞாபகங்கள் குடையாகும். ஞாபகங்கள் தீமூட்டும், ஞாபகங்கள் நீரூட்டும். ஏதோ ஒரு பாட்டு என் காதில் கேൾக்கும் போதெல்லாம் ஞாபகம் தாலாட்டும். கவிதை என்றாலே உன் பேரின் ஞாபகமே. கேட்கும் இசையெல்லாம் நீ பேசும் ஞாபகமே. பூக்களில் மேலே பனிதுளி பார்த்தால் முகபரு ஞாபகமே. அதிர்ஷ்டம் என்பதும் முந்தன் மொத்தம் ஞாபகம். அழகு என்பதும் முந்தன் மொத்தம் ஞாபகம். ஏதோ ஒரு பாட்டு என் காதில் கேൾക്കും போதெல்லாம் ஞாபகம் தாலாட்டும்.
என்றாலே உன் வாசம் ஞாபகமே, வசந்தம் என்றாலே உன் வருகை ஞாபகமே, தொட்டால் சுணங்கி பார்த்தால் உந்தன் வெக்கம் ஞாபகமே, அலைகள் போலவே மொத்தம் உந்தன் ஞாபகம், மறந்து போனதே எனக்கு எந்த ஞாபகம், ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாலாட்டு, என் கண்களில் இமகளிலே உன் ஞாபகம் சிறகடிக்கும், நான் சுவாசிக்கும் மூச்சினிலே உன் ஞாபகம் செலந்திருக்கும், ஞாபகங்கள் மலையாகும், ஞாபகங்கள் குடையாகும், ஞாபகங்கள் தீமூட்டும், ஞாபகங்கள் நீரூட்டும், ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாலாட்டும். അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ സിസ്റ്ററിന് എന്താണ് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് തരാനുള്ളത്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കവിയും തത്വചിന്തകനുമായ ഖാലിൽ ഗിബ്രാൻ പറഞ്ഞ ഒരു ജീവിതത്തെപ്പറ്റി പറഞ്ഞ ഒരു വരിയാണ്. പറഞ്ഞത് ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് ആ സംഭവിക്കുന്ന കാര്യങ്ങളെ നാം എങ്ങനെ നോക്കുന്നു, നമുക്കതിനോടുള്ള മനോഭാവം, അതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ പുതുവർഷത്തിൽ ഏതൊരു അനുഭവവും അങ്ങനെ ഒരു നല്ല മനോഭാവത്തോടെ നോക്കി കാണുവാനുള്ള ശക്തി ദൈവം നമുക്കെല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത മാസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.